അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് ദൂരെയാണ്. നമ്മളിവിടെ കുറുക്കന്മാരൊക്കെ നല്ല ഉണ്ട് കേട്ടോ ഗൈസ്. പന്നി, കാട്ടുപന്നി ഉണ്ട്, ഭയങ്കര സീനാണ്. കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പോണ വഴി. ഇവിടെയാണ് വീട്. ആദ്യം വരുന്നത്, ആദ്യം കുളിച്ചില്ല. ഇതാണ് കോഴിക്കോട് ഇപ്പോൾ നമ്മളവിടെ വെറുതെ കാണിക്കുന്നത്. എന്താ ആലായിരുന്നു പശുവിൻ്റെ അല്ല, പശുവിനൊക്കെ വിറ്റ് ഒക്കെ പോയിപ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ തേങ്ങ എറിഞ്ഞൊട്ടിക്കല്. ഇതാ നമ്മളെ വീടാണിത്. ശുഭപ്രതീക്ഷ, ശുഭപ്രതീക്ഷ. കറണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ ചക്കില്ലേ. ഹലോ ഗൈസ്, ഇന്ന് മറ്റൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് എന്താണ് ഈദുൽ ഇതാണ്, എന്ത് പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ നല്ല രീതിയിൽ തൊണ്ടവേനുണ്ട്, ഇന്നും ചെറുതായിട്ടൊക്കെ ഉണ്ട്, പനിയുണ്ട്. അതുകൊണ്ട് തന്നെ നീക്കാൻ നേരെ വൈകി. ഇപ്പോൾ ഏകദേശം 9:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പഠിത്തം ഇൻവെസ്റ്റിഗോമെട്രി ഇന്നലെ കണ്ടിച്ചിരുന്നത് മനസ്സിലായില്ല. 19% കണ്ടിരുന്നു. ബാക്കിയെല്ലാം ആദ്യം തൊട്ട് തന്നെ കാണിക്കണം. ഒന്നും കൂടി ഒന്ന് കറക്റ്റാക്കി മനസ്സിലാക്കാണ്ട് പറഞ്ഞിട്ട് എന്തായാലും തുടങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. വലിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണെന്ന് ഓർമ്മയില്ല. പക്ഷെ നമ്മളവിടെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. നമ്മളെ അധികം ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ വിളിക്കാനൊന്നും. അപ്പം എല്ലാവർക്കും ആശംസകൾ. പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ വോയിസ് ഓവറൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ കറക്റ്റായിട്ട് അത്ര റെഡി ഒന്നുമല്ല. എന്നാലും അപ്പോൾ ഗൈസ് ഏകദേശം 11:40 ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് കഞ്ഞി കുടിച്ച് വരികയാണ്. ഇന്നലെ വാങ്ങിയ റൈസ് ആയിരുന്നു. തിന്നാനൊന്നും കഴിഞ്ഞില്ല, തൊണ്ടവേനായിട്ട്. ഇപ്പോൾ ചെറിയ കുറവൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമില്ല. നമ്മൾ അടുത്തുള്ള വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതിനോട് ചെറിയ ചെറിയ ഒച്ചകളൊക്കെ ഉണ്ടാവും. അത് കേൾക്കാൻ പറ്റുന്ന തോന്നുന്നു. എന്തായാലും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങാൻ പോകണമെങ്കിൽ അപ്പോൾ കഴിച്ച് ചെറിയ പണി കിട്ടി. ഇപ്പോൾ നമ്മൾ മോട്ടർ അടിക്കാൻ പോകാൻ താറ്റിക്ക് വെള്ളം തീർന്നു. 1:25 ഇപ്പോഴും ക്ലാസ് തീർന്നില്ല. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അത് കാണാൻ നേരം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് വേണ്ടി വരും മോട്ടർ അടിക്കാൻ പോകണം ഇപ്പോൾ താറ്റിക്ക്. അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മൾ പോണ വഴി. ഇവിടെയാണ് വീട്. ആദ്യമൊക്കെ വരുന്നുണ്ട്, ആദ്യം കുളിച്ചില്ല. ഇതാണ് കോഴിക്കോട് ഇപ്പോൾ നമ്മളവിടെ വെറുതെ കാണിക്കുന്നത്. എന്താ ആലായിരുന്നു പശുവിൻ്റെ അല്ല, പശുവിനൊക്കെ വിറ്റ് ഒക്കെ പോയിപ്പോൾ അവിടെ പോകാൻ നെടുമ്പരേക്കിന് അവിടെ ഫുൾ എന്തൊക്കെയോ ഉണ്ട്. അയ്യോ അടക്കപ്പതാ ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്താണിത് ഓരമടലൊക്കെ ഇന്നത്തെ ക്യാമറ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ചാക്കും കുറേ എന്തൊക്കെയോ ഉണ്ട്. ആദ്യം ഇതാ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ താറ്റിക്കുവാണ്. അപ്പോൾ കഴിച്ച് താഴത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ തേങ്ങ എറിഞ്ഞൊട്ടിക്കൽ വെറുതെ. അപ്പോൾ കഴിച്ച് ഇതാണ്. അപ്പോൾ എന്താ നമ്മളെ വീടാണിത്. കണ്ടിട്ടുണ്ടാവണം കുറച്ച് ആൾക്കാരെങ്കിലും. കാണിച്ചിട്ട് ഞാൻ വീഡിയോയിലൊക്കെ പല വീഡിയോയിലായിട്ട്. ഇതും ആലായിരുന്നു പശുവിൻ്റെ ആല തന്നെ താഴത്ത് ഉണ്ടാക്കിയിരുന്നു വീട്ടിൽ. പശുവൊക്കെ പോയി ഇപ്പോൾ അത് നടുമ്പരായി. മോട്ടർ ഇതാണ് ഇവിടെ. അതൊക്കെ ഓൺലൈനാണ് പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. ശുഭപ്രതീക്ഷ കറണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒന്നോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് ഇത് പൊന്നതാണ് ഉണ്ടോ, അതൊക്കെ അത്രയേ ഉള്ളൂ. താവുന്നത് ആദ്യം പൊന്തി പിന്നെ താവും, അങ്ങനെയൊക്കെയാണ്. എന്താണ് എന്നോട് ചരക്കല്ലേ അവിടെ ചരക്കല്ലേ. അപ്പോൾ ഗൈസ് കുറച്ച് താഴത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കുക വെച്ച് അവിടെ ഒരു കുളം കിട്ടും. അവിടെ കുറച്ച് ദൂരെയാണ്. നമ്മൾ താഴത്ത് പോയി ചൂണ്ടറിലുണ്ട്, അരിച്ച് പിടിക്കലൊക്കെ ഉണ്ട്. വലിയ മീനൊന്നും ഇല്ല. ചാണാപ്പറങ്കൽ എന്ന് പറഞ്ഞ മീനുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര നിഗൂഢയാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആകുമ്പോൾ മോട്ടർ ഇടാമെന്നാണ് ഒക്കെ ഉണ്ട്. താഴത്ത് ഇവിടെ കുറുക്കന്മാരൊക്കെ നല്ല ഉണ്ട് കേട്ടോ ഗൈസ്. പന്നി, കാട്ടുപന്നി ഉണ്ട്, ഭയങ്കര സീനാണ്. തേങ്ങ അപ്പം നമുക്ക് അങ്ങോട്ട് പോയൊക്കെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് നമ്മൾ താഴത്ത് കൂടെ ഒന്ന് കാണിച്ചു തരാം. ആറാ
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതാണ് വീട്. ഒരു ആനേൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. ഇത് കുറേ കാലമായി, ഏകദേശം ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ അതെല്ലാം ഉണ്ടാകുന്ന മതി. അപ്പോൾ ഇത് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു, എല്ലാവരും നെടുമ്പരൻ്റെ ആക്കെ പൊളിച്ചു മാറ്റി. അപ്പോൾ പിന്നെതാ ഇവിടെയൊക്കെ ഇവിടെ മോട്ടറിന് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ കഴിയില്ല. ഉള്ളിൽ ചാവി ഉണ്ട്, ചാവി വേണം. ഇനി നമ്മൾ കിണർ കാണിച്ചിട്ടാം, പുസ്തകം കാണിച്ചാൽ വീണ്ടെങ്കിൽ പിന്നെ വ്ളോഗിങ് ഒന്നും നടക്കുന്നതല്ല. ഇതൊക്കെയാണ് കൺട്രി. അവിടെ കാര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് അത്രയ്ക്കോ തന്നെ ഉള്ളൂ. അതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ആദ്യം റൂമിലൊക്കെ കിടക്കല്, ഈ റൂമിൽ വൈബായിരുന്നു അന്ന്. പിന്നെന്താ, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി മേലെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ട് വൈഫൈ ഇടുമ്പോൾ ലാപ്പിലാണെങ്കിൽ കുറേ നെറ്റ് ആവില്ലായിരുന്നു. ഞാൻ ഈ യൂട്യൂബിലത്തെ ക്ലാസ് കാണാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ലാപ്പിൽ കാണുന്നത്, അല്ലെങ്കിൽ കാണില്ല. എൻ്റെ ഫോണിലത്തെ നെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ കാണുന്നത്. വൈഫൈ ബോക്സ് വെച്ചില്ല, ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ വെക്കും വിചാരിക്കുക. അത് പറഞ്ഞെന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ ഗൈസ് 2:35 ഇപ്പോൾ നമ്മൾ ബാക്കി കാണാൻ പോകണത്. ഇനി ബ്രേക്കൊന്നും എടുത്തില്ല, ചൂട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വന്നിരുന്നു. ടൈമില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് കൂടിയാണ്. ഞാൻ 1:30 എന്തായാലും തീർന്നു വിചാരിച്ചായിരുന്നു. അതെന്തായാലും പെട്ടെന്ന് തീർക്കണം, അപ്പോൾ തുടങ്ങണം എന്തായാലും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 3:15 ഇപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഫിസിക്സിലെ ചാപ്റ്റർ നോക്കാൻ പോവാണ്. മാത്സ് കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം ഫുൾ കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി നോക്കാം. ഇത് 1 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5:25 ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു. 4:15 അലാറം വെച്ചിട്ട് ഇപ്പോൾ 5:20 എണീറ്റത്. ഇനിയിപ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ബാക്കി 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. കാണട്ടെ ഇരുന്ന്. കുഞ്ഞാറ്റ ഞാൻ പറയുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അറിയ ചിരിച്ച നല്ല കാണുന്നുണ്ട്. ഇങ്ങോട്ട് നിന്നിട്ട് ഇതെന്ത് കാണത്ത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നേരെ തുടങ്ങി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞ് 7:05 ഇപ്പോഴും അത്ര ഇട്ടൊന്നും ആയില്ല. നല്ല രീതിയിൽ വിളിച്ചൊക്കെ ഉണ്ട്. ഫോണിൽ കാണില്ല, കണ്ണിൽ